ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച. അപ്പോൾ പതിവ് പോലെ ദേ കുട്ടികളൊക്കെ എണീറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ വലിച്ചു വാരിയിട്ട് അതുപോലെ തന്നെ അവിടെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ആരും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ദേ ഫോണും കൊണ്ട് വരണമെന്നുണ്ട്. ഇപ്പോൾ തോമുതേ മുഖം പൊത്തുകയാണ് കേട്ടോ. മറ്റാൾ പിന്നെ എന്നെ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കുക. അപ്പം ഞാൻ ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. കാരണം രണ്ടാളും പുറത്തിറങ്ങാണ്ട് കസേരമ ചാക്കോച്ച് അങ്ങനെ ചാരുമ്പോൾ ബാക്കിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടി വാതിലുമ്പോൾ ചാരി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ദേ കിച്ചണിൽ വന്നപ്പോൾ ഇവരിവിടെ കുട്ടികളുടെ ബോട്ടിൽ കഴുകലും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അപ്പം ഞാൻ ദേ റൂമിലേക്ക് ഇങ്ങോട്ട് കടന്നതാണ്, തുണികളൊക്കെ ഒന്നെടുത്ത് പുറത്തേക്കിടാനും മുഷിഞ്ഞത് കൊണ്ടിടാനൊക്കെ ആയിട്ടാ. അപ്പോൾ എൻ്റെ പിന്നാലെ ദേ ഓടി വന്നേക്കാം നമ്മുടെ ചാക്കോച്ചനെ. അപ്പോൾ ചാക്കോച്ചനെ കണ്ടാൽ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിലേക്ക് ഓടുമ്പോൾ അവൻ ഫ്രണ്ടിലേക്ക് ഓടും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവൻ്റെ കളിയിട്ട് കണ്ടോ. അവന് എന്താ പറയുക, എന്നെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് പാച്ചു എനിക്ക് തോന്നുന്നു എണീക്കാൻ ലേറ്റ് അല്ല, ഇന്ന് പാച്ചു നേരത്തോടെ എണീറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പാപ്പൻ്റെ കൂടെ എന്തോ വാങ്ങിക്കാൻ പോയേക്കാം, ബ്രെഡും മുട്ടയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഈ ആഴ്ച മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 ട്രേ മുട്ട ഒപ്പം കൊണ്ടുവരണത്. ഈ ആഴ്ച എന്തോ അത് വാങ്ങിക്കാൻ വിട്ടുപോയതോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞിട്ടില്ല, പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ബ്രെഡ് മുട്ടയെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ ഒരു പൂതി ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ മതിയെന്ന്. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ബ്രെഡ് ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയിൽ പഞ്ചസാരയും ഏലക്കായും കൂടി നന്നായി പൊടിച്ച് കുറച്ച് മൈദയിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ച് ഒരു ലേശം ഉപ്പ്, ആ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ അങ്ങനെ നല്ലോണം അടിച്ചതിന് ശേഷമാണ് ഇത് കേട്ടോ. അരിപ്പൊടി ഇട്ടാൽ ഭയങ്കര സ്റ്റിഫാവും, അതുകൊണ്ട് സ്വല്പം മൈദയോ കോൺഫ്ലവറോ ഇട്ടാൽ മതി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സാധാരണ മധുരം കുറവിലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു മമ്മിക്കും ഡാഡിക്കും മധുരം ഇല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് തിന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ മധുരം നോക്കി അത്യാവശ്യം നല്ല മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്കും അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും കഴിച്ചു. ശരിക്കും ഒരു പീസ് ഒരു ബ്രെഡ് ഒറ്റ അടിക്ക് അതങ്ങോട്ട് കഴിഞ്ഞു. ചെറിയ ബ്രെഡായിരുന്നു കേട്ടോ. ശരിക്കും 2 പീസും കൂടെയൊക്കെ ആയി എല്ലാവരും തിന്നേനേന്ന് എനിക്ക് പിന്നീട് തോന്നി. അങ്ങനെ 10 മിനിറ്റ് പിള്ളേർസിനെ കൊണ്ടാക്കാൻ ഡാഡി പോയി. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഡോൺ പോയത്. അപ്പോൾ ഡോണിന് ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോകണം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പല്ല് വേദനയുണ്ട്, കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട്. പക്ഷെ ഇങ്ങനെ നീട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് കാണിച്ച് അങ്ങനെയായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉച്ചതിരിഞ്ഞ് പോവാം. അങ്ങനെ ഇവർ പോയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പോയതിന് ശേഷമാണ് ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവന് ആരും ഇല്ലെങ്കിൽ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടായാലും അത് അവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരോളാണ് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനവിടെ നിന്ന് കളിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാത്തൂൻ്റെ പാട്ടും എന്താ പറയുക അങ്ങനത്തെ പാട്ടുകളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വായിൽ. അങ്ങനെ ഞാൻ വേഗം ഉച്ചയിലത്തെ കാര്യങ്ങൾക്ക് നോക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വെണ്ടക്കായ മീൻ വെക്കണ പോലെ വെക്കുക. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ഇറച്ചി മീനൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ആദ്യത്തെ ആഴ്ച ഇവർ വീണ്ടും 9 ആഴ്ച അടുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ആഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാം. അങ്ങനെ വെണ്ടക്കായ മീൻ വെക്കണ പോലെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. വെണ്ടക്കായ മീൻ വെക്കണ പോലെ തന്നെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, തക്കാളി. അപ്പോൾ എൻ്റെ തക്കാളി കുറച്ച് പച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കാണിച്ചു, ഇതൊക്കെ വേവിച്ചതിന് ശേഷം അതിൻ്റെ ആ കൊറ്റനുണ്ടല്ലോ മൊത്തം സവാള ഇതൊക്കെ ഒന്നെടുത്ത് നല്ലോണം അടിച്ചു. മിക്സിയിൽ അടിച്ചതിന് ശേഷം അതിട്ടിട്ട് അതിൽ വെണ്ടക്കായ നമ്മൾ ഉപ്പും എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുമല്ലോ, എന്നിട്ട് ഇതിലിട്ട് ഒന്നിച്ച് തിളപ്പിച്ചതിന് ശേഷം നാളികേരപ്പാലൊഴിച്ച് ഉള്ളി കാച്ചുക ചെയ്തിട്ട്. അപ്പോൾ ഉള്ളി കാച്ചുമ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കഷ്ണത്തിന് പകരം ഈ വെണ്ടക്കായ പീസുകളായിരിക്കും എന്ന് മാത്രം. പിന്നെ കൊള്ളി കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഉപ്പേരി കാച്ചി പിന്നെ മുട്ട പൊരിക്കാനായിട്ട് അടിച്ചു വെച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ അതിനകത്തെടുത്ത് പൊരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും എന്താ പറയുക ഫുഡ് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുന്നതിന് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വന്നപ്പോഴേക്കും ഡാഡി രാവിലത്തെ ഫസ്റ്റ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്ലേറ്റ് ചെയ്ത ഓർണമെൻറ്റ്സും കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം വരുന്നത് ആദ്യത്തെ ട്രിപ്പ് പോവും, അത് കഴിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് കൊണ്ടുവരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ.
അപ്പോൾ നല്ല പാറ്റേൺ വളകളും മാലകളും ഒക്കെയാണ്. ഇത് ലാവൻഡർ ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ മാലകളും ഉണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല ഭംഗിയുള്ള ലോക്കറ്റാട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നിറച്ച് സ്റ്റോൺസായിട്ട് AD സ്റ്റോൺസ് ആയിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള ഭാഗം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു നേരിയ മാലയമ്മ കഴുത്തിക്ക് എടുക്കണം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബട്ടർഫ്ലൈ ആണ് കേട്ടോ, ഫുൾ AD സ്റ്റോൺസാണ്. നല്ല ഭംഗിയുള്ള കറക്റ്റ് ഡയമണ്ട് ഫിനിഷുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ ഓരോ സെക്ഷൻ ഇവരുടെ പാക്കിങ്, അപ്പോൾ ഈ പാക്കിങ്ങിൽ സാരി ഉണ്ടാവും, അതുപോലെ ഓർണമെൻറ്റ്സ് പല പാറ്റേൺ ഉണ്ടാവും, ആൻറ്റിക്ക് ഉണ്ടാവും, അങ്ങനെ എന്താ പറയുക പല ടൈപ്പ്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്രിസ്റ്റലിന് കുറച്ചും കൂടി ഡിമാൻഡുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടമാനം പേര് ഇന്ന് ക്രിസ്റ്റലിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. വളയായിട്ടും വളയല്ല കേട്ടോ, ബ്രേസ്ലെറ്റായിട്ടും മാലയായിട്ടും പാദസരായിട്ടും ഒക്കെ കണ്ടമാനം പേര്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ വീഡിയോയിൽ സ്റ്റാറ്റസ് എന്തോ ചെയ്തു തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്ന് ഫുൾ ക്രിസ്റ്റലാണ് പോയത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്റ്റലിനൊരു എന്തോ ലക്കി സ്റ്റോണായിട്ട് എല്ലാവരും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാനം പേര് ആ പേര് പറഞ്ഞിട്ടാണ് എടുക്കാറ് കേട്ടോ. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ ക്രിസ്റ്റലിൻ്റെ ഒരു ബ്ലാക്ക് ലോക്കറ്റിൻ്റെ മാലയമൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പാപ്പൻ്റെ കൈയോടെ പിള്ളേർസിനെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ വന്നു ചേട്ടൻ. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ തോമുനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കിച്ചണിൽ നിന്ന് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് വന്ന് വരുമ്പോഴേക്കും ഇവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാൻറ്റൊക്കെ ഇട്ട് വലിയ ചെക്കനായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ അവനെ പോയിട്ട് എടുക്കണം. ഒരു കൊഞ്ചിട്ട് അവിടെ ഒരൊറ്റ കിടപ്പാണ്. പിന്നെ പോയിട്ട് അമ്മ പോയി എടുക്കുമ്പോഴാണ് പുറത്തേക്ക് ഓടി വരിക കേട്ടോ. അപ്പോൾ അത് ഒരു കളിക്കലാണ്, ഒരു തമാശയ്ക്ക് അവൻ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർസൊക്കെ വന്നു. ഇനി ഇതാ വീണ്ടും. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണി തൊട്ട് 11, 12, 1 3.5 മണിക്കൂർ ഞങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡിംപിളിനായാലും ഡിവൈനായാലും പിള്ളേർസുള്ള കാരണം മര്യാദയ്ക്ക് ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഇരിക്കാനോ പാക്ക് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ്. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കും ഡിവൈൻ രാത്രിയിലുമാണ് പാക്കിങ്ങിന് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഫ്രൂട്ട് കട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അതിൻ്റെ പാത്രങ്ങളാണ് അവിടെ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ പോയിട്ട് അതിങ്ങനെ എടുത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കാലുമ വീണാൽ നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഇത് കഴിയുന്നതോട് കൂടിയിട്ട് ഡോണും ഡാഡിയും ഒക്കെ ഒന്ന് പോവും. അപ്പോൾ നമ്മുടെ പാച്ചുവിനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഉറക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ 2 പേരും കൊണ്ടുപോകണത് കേട്ടോ. ഡിവൈനായാലും ഡിംപിളായാലും കുട്ടികളെ കൊണ്ടുപോകണത്. പക്ഷേ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം കളി കഴിയുമ്പോൾ അവർ പകലൊക്കെ അവർ ക്ലാസ്സിൽ കിടന്ന് ഓടി മതിക്കണ്ടല്ലേ, അവരറിയാണ്ട് ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ മാക്സിമം പിടിച്ചിരുത്താനായിട്ട് 2 പേരും അതെ, ഡിവൈനും അതെ ഡിംപിളും അതെ കുറേ നോക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു തോമു കുറച്ചും കൂടി നേരം ഉറങ്ങാണ്ടിരിക്കും. പക്ഷേ പാച്ചു ശരിക്കും 4, 4:30 ആകുമ്പോഴേക്കും അവൻ അറിയാണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ ഇന്നും അത് തന്നെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ അപ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. അവൻ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയില്ല അവൻ എന്തൊക്കെ അറിയാം ഏതൊക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് കാണിച്ചപ്പോൾ അവൻ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ ഡിംപിൾ അതെനിക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് എങ്ങനെയോ ഇതിനകത്ത് വന്ന് ചേർന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ അവൻ പറയുന്നുണ്ട്. തോമു ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. തോമു പിന്നെ KG അവർക്ക് പഠിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇവനെ സംബന്ധിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതെനിക്ക് തോന്നുന്നു അവനത് മനസ്സിരുത്തി എന്താ പറയുക. പിന്നെ കാർട്ടൂൺ കാണുന്നത് കുട്ടികൾക്ക് നല്ലൊരു പ്ലസ്സാണ് കേട്ടോ. അപ്പോൾ അത് ചിലരുണ്ട് കാണിച്ചു കൊടുക്കാണ്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കുട്ടികൾക്ക് കാർട്ടൂൺ കാണിച്ച് കൊടുക്കണം. കാരണം അതിൽ അവരുടെ ലാംഗ്വേജിനും പിന്നെ കാണുന്ന ഓരോ കാര്യങ്ങൾ പറയാനും എടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം ഇന്ന് തോമുൻ്റെ മിസ്സിനോട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നല്ല ഇതാണ് കേട്ടോ ടീച്ചിങ് ആണെന്ന് പറഞ്ഞപ്പോൾ മിസ്സ് ഇങ്ങോട്ട് പറഞ്ഞത് അവൻ ഓൾറെഡി നന്നായി ഇംഗ്ലീഷ് പറയും, നല്ല സ്ലാങ്ങാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ പാച്ചു അതെ കേട്ടോ. സംഭവം കുറേ വർത്താനം പറയില്ലെങ്കിലും പറയുന്നത് നല്ല ഒരു സ്റ്റൈലിലാണ് പാച്ചുവും പറയാം. അപ്പോൾ അങ്ങനെ ഓരോ കാരണം അപ്പോൾ കാണിച്ചപ്പോൾ ശരിക്കും 3 ഇതിൽ. പക്ഷെ അവൻ പറഞ്ഞത് മങ്കീന്നാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ബുക്കിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചും എന്താ പറയുക അവർ പറയാൻ
പഠിച്ചു തുടങ്ങി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാരണം നമ്മൾ കുട്ടികളുടെ ഓരോ പ്രായവും ഇങ്ങനെ നോക്കി കാണുക. ഇത്തിരി കഴിയുമ്പോൾ വിചാരിക്കും ഇനി എന്നാ ഇങ്ങനെ ആവാമെന്ന്, അത് കഴിയുമ്പോൾ വിചാരിക്കും എന്നാ നടന്നു തുടങ്ങാമെന്ന്, നടന്നു തുടങ്ങുമ്പോൾ വിചാരിക്കും എന്നാ സംസാരിച്ച് തുടങ്ങാമെന്ന്. അങ്ങനെയാണല്ലോ നമ്മൾ, അങ്ങനെയാണല്ലോ കുട്ടികളുടെ ഓരോ വളർച്ചയും കാണാൻ നമ്മൾ കാത്തിരിക്കുമല്ലോ. അപ്പോൾ ഇതെനിക്ക് അയച്ചതപ്പോൾ ഞാനും അതായത് ഫുൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ കാര്യത്തിൽ നമ്മൾ അതുപോലെ എന്താ പറയുക, ഇവരിങ്ങനെ ആവുന്നൊന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, കുറേ കുട്ടി കുറുമ്പുണ്ട് കേട്ടോ കയ്യിൽ. ഇപ്പോൾ ഫുൾ ടൈം കുറുമ്പും കരച്ചിലുമാണ്. അപ്പം ഞാൻ പറയും പൊട്ട കുട്ടികളാണ് കരയാന്ന്. അങ്ങനെ വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോൾ മിണ്ടുമ്പോൾ ഒന്ന് കുറച്ച് നേരം അവന് കരഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. എന്താ പറയുക, അങ്ങനെ ഇന്നത്തെ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നതാണ്. പക്ഷേ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം കിടന്ന് ഇങ്ങനെ ആ സമയത്താണ് ഞാൻ വല്ല ടി വിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. ടി വി ആവില്ല, മിക്കവാറും ഫോണാവും. അപ്പോൾ ഡാഡിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് ഇത്തിരി നേരത്തെ പോണ്ടി വന്നു പ്ലേറ്റിങ്ങിൻ്റെ അവിടേക്ക്. അപ്പോൾ അതുകൊണ്ട് ഡാഡി ഇത്തിരി നേരത്തെ പോയിട്ടോ. അപ്പോൾ ഞങ്ങളെന്താ പറയുക, ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡോൺ വന്നിട്ടുണ്ടായിരുന്നു. ഡോൺ വന്ന് അവർ പല്ലിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അത് ആരാന്ന് വെച്ചാൽ നമ്മുടെ തോമുവിൻ്റെ മിസ്സുണ്ട്, മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടേക്കാണ് പോയത്, ഇമ്മട്ടീസിലേക്ക് കേട്ടോ. അവിടേക്ക് പോകാനായിട്ട് നിന്ന് അപ്പോഴേക്കും നമ്മുടെ പാച്ചുട്ടൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ മിസ്സിൻ്റെ അവിടേക്ക് ആയതുകൊണ്ട് തന്നെ തോമു ഉണ്ട് എന്ന് പറഞ്ഞു. തോമുവിനെ കൊണ്ടുവരാനും മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തോമും അമ്മയും കൂടിയിട്ടാണ് പോയത്. ചാക്കോച്ചൻ ഇവിടെ നിന്നു. ഇത് പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കപ്പോഴേക്കും ശരിക്കും ഇരുട്ടായി. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോഴും ഇത് കണ്ടില്ലേ, പാച്ചു സുഖമായിട്ട് ഇത് പോണതിൻ്റെ മുമ്പാണ് കേട്ടോ. പോകണമെന്ന് പറയാനായിട്ട് എന്നോട് യാത്ര പറയാൻ വന്നത്. അപ്പോൾ പാച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഇവർ പോവാണ്. അപ്പോൾ ശരിക്കും 6 മണിക്കാണ് അപ്പോയിൻമെൻ്റ് ആയത്. റീമോൾ മാമിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ച നോക്കുക അതെന്താണ് എന്നെ കൊണ്ടുപോകാണ്ട് പോണേന്നുള്ളത്. പിന്നെ എൻ്റെ കൂടെ ആയതുകൊണ്ട് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാണ്ട് നിൽക്കും കേട്ടോ. അവർ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാച്ചുവിനെ കൊണ്ട് ചാക്കോച്ചനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ഓടി നടന്ന് കളിച്ചു. പിന്നെ അവനും പാച്ചും കൂടി ആയി കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ വരുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പനീർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പനീർ എടുത്തിട്ട്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. പനീറിൽ കോൺഫ്ലവർ 2 സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെള്ളം കൈകൊണ്ട് തെളിച്ചിട്ട് അതും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ആ കോട്ടിങ്. അപ്പോൾ ചിലർ മുട്ട ഇടുന്നു പറഞ്ഞു. പക്ഷേ വേണമെങ്കിലാവാം. കാരണം ഇത് പ്യുവർ വെജ് ആവണമെങ്കിൽ നമ്മൾ മുട്ട വേണ്ട, അല്ലെങ്കിൽ മുട്ട വേണമെങ്കിൽ ഒരെണ്ണം ഇടാം. ഈ 4 കൂട്ടമുള്ളൂ കേട്ടോ. അതിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ കോട്ടിങ്ങോട് കൂടിയിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാനിത് വറുത്ത് വരുമ്പോഴേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ് കിട്ടും. അത് ശരിക്കും ഞാനിത് വറുത്തതിന് ശേഷമാണ് അത് കട്ട് ചെയ്തത് കേട്ടോ. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി ചെറുതായി കട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോഴേക്കും ഇവർ വന്നപ്പോൾ ഞാനത് വിട്ടുപോയി. ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജായി. അപ്പോൾ അത് വറുത്തതിന് ശേഷം ആ വറുത്ത് കോരിയിട്ട് അതിൽ നല്ലോണം വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ എന്തിട്ടണം ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മൊരിച്ചിട്ട് ഈ വറുത്ത പനീർ അതിനകത്തിട്ട് നന്നായി ഇളക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അതിലത്തെ അവസാനം വരുന്ന ആ ഉള്ളി ഉണ്ടല്ലോ മൊരിച്ചത്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളിതേ വൈകുന്നേരത്തെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ പള്ളിയിൽ പോയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ വന്ന് രാത്രിയിലേക്ക് ഉച്ചയിലത്തെ കറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സോയ റോസ്റ്റ് ചെയ്തു. പിന്നെ ഒരു മാങ്ങ ചമ്മന്തി, നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുണ്ടല്ലോ അതിൻ്റെ ഒരു ചമ്മന്തിയും ഡിവൈൻ പൊടിച്ചു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവിടേക്കൊന്ന് ഒതുക്കി കുറച്ച് ഇത് പകർത്താണ്ടായിരുന്നത് ഡാഡി പകർത്തി തന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഞാൻ ബോട്ടിലൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. കാരണം ചാക്കോച്ചൻ ഓടി പോയിട്ട് ഇപ്പുറത്ത് നേരെ കാണുമല്ലേ, അവൻ അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇന്നും ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഇന്ന് ഡിംപിൾ പതിവില്ലാണ്ട് നേരത്തോടെ കിടന്നുറങ്ങാൻ പോയി. കാരണം ഇന്ന് പാച്ചുവിനെ വെച്ചിട്ട് എന്താ പറയുക, അവനുറങ്ങാണ്ട് കുറേ നേരം അവനെ വെച്ചിരിക്കുകയും
ഒക്കെ ചെയ്തപ്പോൾ എന്തോ തലവേദന എന്ന് പറഞ്ഞിട്ട് ഡിംപിൾ ഇത് ഇപ്പം തന്നെ കിടന്നു. ഞാനും ഡിവൈനും അവിടെ ഇരുന്നു. കാരണം ഡിവൈനിൽ നിന്ന് കണ്ടമാനം പാക്ക് ചെയ്യേണ്ടായിരുന്നു. ഇന്ന് ഫുൾ യാത്രകളല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കിങ് ബാക്കി വന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എന്നാൽ പിന്നെ ഇവിടേക്ക് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഡിവൈനും ഡാഡിയും കൂടിയിട്ടാണ് സാധനങ്ങൾ എടുക്കാൻ നിന്നു. അപ്പോൾ ഡിംപിൾ കുളിക്കാൻ പോകുമ്പോൾ പാച്ചുവിനെ അവിടെ ഡാഡിയുടെ അടുത്ത് കിടത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഡിംപിളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ കുട്ടി പോയില്ലേ കുളിക്കാമെന്ന്. അപ്പം നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുട്ടൻ ഡിംപിളുടെ വ്ളോഗ് കാണാണ് ഇരുന്നിട്ട്, അതായത് അവൻ്റെ കുഞ്ഞിലേ ഉള്ള സംഭവങ്ങൾ. അപ്പം ഞാൻ ഡിവൈനോട് വെച്ചിട്ട് ഡിംപിളുടെ ഒച്ചയാണെന്ന് പറഞ്ഞ് കുറച്ച് നേരമായി അവൻ ആ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കണമെന്ന്. നോക്കിയപ്പോൾ അവൻ ആസ്റ്ററിലെ ഹോസ്പിറ്റലിൽ കിടക്കണതും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കാണുകയാണ്. അപ്പം ഞാനും നോക്കിയപ്പോൾ നല്ലതാണ് കുട്ടിയുടെ ഇങ്ങനെ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് അവരുടെ ചെറുപ്പവും അവരെങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡിംപിളുടെ മടിയിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണതൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ അവനത് വളരെ ശ്രദ്ധാപൂർവ്വം കിടന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ലത്. അപ്പോൾ ഞാൻ ഡിംപിൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കാണാമായിരുന്നു എന്ന്. അപ്പോഴാണ് പറയണത് അവൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും ഇത്ര വീഡിയോസ് ഇരുന്ന്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഡിവൈൻ്റെയും ഇരുന്ന് കാണും കുട്ടികളുടെ ഒപ്പം ഇരുന്ന് കാണും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ലേറ്റായെങ്കിലും ഡിവൈൻ്റെ പാക്കിങ് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഡിവൈൻ അപ്പുറത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇവിടെ വന്ന് വോയിസ് ഓവർ കൊടുക്കണം. ഇവിടെ മൊത്തം ഒന്ന് ഒതുക്കിയിട്ടു. കാരണം എനിക്ക് ഒരാൾ കൂട്ടുണ്ടല്ലോ, അപ്പുറത്ത് ഒരാൾ ഇരിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ പാപ്പനും കിടന്നു, ഡിംപിളും മോനും കിടന്നു, അപ്പയും മക്കളും മുകളിൽ കിടന്നു, ഞാനും ഡിവൈനും താഴെയുണ്ട്. ഡിവൈൻ്റെ പാക്കിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളും ഇതൊക്കെ എടുക്കായിട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് വേഗം ഇവിടേക്കൊന്ന് ഒതുക്കിയിട്ടു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെയും മിനിയാന്നായിട്ട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് ഡിവൈനോട് അല്ലെങ്കിൽ ഡിംപിളിനോട് നിങ്ങൾ മെസ്സേജ് ചെയ്തോളാൻ. കുറേ പേർക്ക് ഭയങ്കര മടിയുണ്ട് അവരോട് എങ്ങനെ പറയും എന്നൊക്കെ. ഒരു മടിയും വിചാരിക്കേണ്ട. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞതനുസരിച്ച് കുറേ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അവർ അത് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഒട്ടും മടി വിചാരിക്കേണ്ട. എന്നേക്കാൾ ഭംഗിയിൽ അവർ രണ്ടുപേരും കാര്യങ്ങൾ നോക്കും. ഡാഡി അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനും ഇന്നലെ തൊട്ട് ഞാനും ഇന്നലെയല്ല തിങ്കളാഴ്ച തൊട്ട് ഞാനും ബിസിയായി തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിരുന്ന പ്രോത്സാഹനം ഇനിയും തരണം. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.